സങ്കീർത്തനങ്ങൾ ഒരു ധ്യാന പഠനം. സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ സങ്കീർത്തനം. സങ്കീർത്തനങ്ങളുടെ പഠന പരമ്പരയിൽ ഇന്ന് നാം 135 സങ്കീർത്തനമാണ് ധ്യാനിക്കുന്നത്. അനുഗ്രഹീതമായ സങ്കീർത്തനം വായിച്ചുകൊണ്ട് അതിൻ്റെ പഠനം നമുക്ക് തുടങ്ങാം. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ അവനെ സ്തുതിപ്പീൻ. യഹോവയുടെ ആലയത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിൽ നിൽക്കുന്നവരെ യഹോവയെ സ്തുതിപ്പീൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ നാമത്തിന് കീർത്തനം ചെയ്യുവീൻ, അത് മനോഹരമല്ലോ. യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തന്റെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു. യഹോവ വലിയവനെന്നും നമ്മുടെ കർത്താവ് സകല ദേവന്മാരിലും ശ്രേഷ്ഠനെന്നും ഞാൻ അറിയുന്നു. ആകാശത്തിലും ഭൂമിയിലും സമുദ്രങ്ങളിലും എല്ലാ ആഴങ്ങളിലും യഹോവ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. അവൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നീരാവി പൊങ്ങുമാറാക്കുന്നു. അവൻ മഴയ്ക്കായി മിന്നലുകളെ ഉണ്ടാക്കുന്നു. തന്റെ ഭണ്ഡാരഗ്രഹങ്ങളിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു. അവൻ മിസ്രൈമിലെ കടിഞ്ഞൂലുകളെ മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ സംഹരിച്ചു. മിസ്രൈമേ, നിന്റെ മധ്യേ അവൻ ഫറവോന്റെ മേലും അവന്റെ സകല ഭൃത്യന്മാരുടെ മേലും അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചു. അവൻ വലിയ ജാതികളെ സംഹരിച്ചു, ബലമുള്ള രാജാക്കന്മാരെ നിഗ്രഹിച്ചു. അമോര്യരുടെ രാജാവായ സീഹോനെയും ബാശാൻ രാജാവായ ഓഗിനെയും സകല കനാന്യ രാജ്യങ്ങളെയും തന്നെ. അവരുടെ ദേശത്തെ അവൻ അവകാശമായിട്ട് തൻ്റെ ജനമായ ഇസ്രായേൽ അവകാശമായിട്ട് കൊടുത്തു. യഹോവേ, നിന്റെ നാമം ശാശ്വതമായും നിന്റെ ജ്ഞാപകം തലമുറ തലമുറയായും ഇരിക്കുന്നു. യഹോവ തന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യും. അവൻ തന്റെ ദാസന്മാരോട് സഹതപിക്കും. ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയും ആവുന്നു. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, അവയുടെ വായിൽ ശ്വാസവുമില്ല. അവയുണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. ഇസ്രായേൽ ഗ്രഹമേ യഹോവയെ വാഴ്ത്തുക, അഹരോൻ ഗ്രഹമേ യഹോവയെ വാഴ്ത്തുക, ലേവി ഗ്രഹമേ യഹോവയെ വാഴ്ത്തുക. യഹോവ ഭക്തന്മാരെ യഹോവയെ വാഴ്ത്തുവിൻ. യെരൂശലേമിൽ അധിവസിക്കുന്ന യഹോവ സിയോനിൽ നിന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹോവയെ സ്തുതിപ്പീൻ. ദൈവത്തെ സ്തുതിക്കാനുള്ള പ്രത്യേക പ്രബോധനവും അതിനുള്ള പ്രസക്തമായ കാരണങ്ങളുമാണ് ഈ സങ്കീർത്തനത്തിലെ ചിന്തകൾ. ഇതിലെ ആത്മീക ചിന്തകളെ 3 തലക്കെട്ടുകളിൽ സംക്ഷേപിച്ച് പഠിക്കുവാൻ നാം ഇവിടെ ആഗ്രഹിക്കുന്നു. ഒന്ന്, സ്തുതിക്ക് യോഗ്യനായ ദൈവം എന്നുള്ളതാണ്. വാക്യം 6, ആകാശത്തിലും ഭൂമിയിലും സമുദ്രങ്ങളിലും എല്ലാ ആഴങ്ങളിലും യഹോവ തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. സ്തോത്രം. തനിക്കിഷ്ടമുള്ളതൊക്കെയും ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലും ചെയ്യുന്ന സർവാധികാരിയായ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കാനുള്ള പ്രത്യേക പ്രബോധനത്തോടു കൂടിയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ഇതിൻ്റെ 1, 3, 21 വാക്യങ്ങളിൽ ദൈവത്തെ സ്തുതിപ്പീനെന്ന് ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു. 3-ാം വാക്യത്തിൽ യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവീൻ എന്ന് വായിക്കുന്നു. 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ യഹോവയെ വാഴ്ത്തുവീൻ എന്ന് 5 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. ചുരുക്കത്തിൽ 9 പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കുവീൻ എന്ന പ്രബോധനം ഈ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുകയാണ്. സ്തുതിക്ക് യോഗ്യനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആരൊക്കെ സ്തുതിക്കണമെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 2-ാമത്തെ വാക്യം, യഹോവയുടെ ആലയത്തിലും നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിലും നിൽക്കുന്നവരെ യഹോവയെ സ്തുതിപ്പീൻ. ആലയത്തിനകത്ത് നിൽക്കുന്നത് പുരോഹിതന്മാരാണ്. അതിപരിശുദ്ധ സ്ഥലത്ത് പോകുന്നത് മഹാപുരോഹിതനാണ്. സാധാരണ ജനത്തിന് പ്രാകാരത്തിലാണ് നിൽക്കുന്നത്. പ്രാകാരത്തിൽ നിൽക്കുന്ന വിശ്വാസികളും വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന പുരോഹിതന്മാരും അതിപരിശുദ്ധ സ്ഥലത്ത് പോകുന്ന മഹാപുരോഹിതനും എല്ലാവരും ദൈവത്തെ സ്തുതിക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസികൾ മാത്രമല്ല, പുരോഹിതന്മാരും ദൈവത്തെ സ്തുതിക്കണം. സകലരും സ്തുതിക്കേണ്ടുന്ന, സ്തുതിക്ക് തികച്ചും യോഗ്യനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. മുഴുവൻ ഇസ്രായേലിലും ദൈവത്തെ ആരാധിക്കണം. 19-20 വാക്യങ്ങൾ, ഇസ്രായേൽ ഗ്രഹമേ യഹോവയെ വാഴ്ത്തുക, അഹരോൻ ഗ്രഹമേ യഹോവയെ വാഴ്ത്തുക, ലേവി ഗോത്രമേ യഹോവയെ വാഴ്ത്തുക, യഹോവ ഭക്തന്മാരെ യഹോവയെ വാഴ്ത്തുവീൻ. ലേവി ഗോത്രക്കാരാണ് ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. അഹരോന്യ കുടുംബം പൗരോഹിത്യ ശുശ്രൂഷയിലാണ്. പക്ഷേ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ പുരോഹിതന്മാർ മാത്രമല്ല, യഹോവ ഭക്തരായ സകലരും ദൈവത്തെ സ്തുതിക്കേണ്ടതാണ്. എന്തുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കണം?
അതിന്റെ പ്രധാനപ്പെട്ട 5 കാരണങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയും. യഹോവ നല്ലവനാകിയാൽ നാം അവനെ സ്തുതിക്കണമെന്ന് 3-ാം വാക്യത്തിൽ, നമ്മെ തന്നെ നിക്ഷേപമായി തിരഞ്ഞെടുത്തിരിക്കാൻ നാം സ്തുതിക്കണമെന്ന് 4-ാം വാക്യത്തിൽ, 5-ാം വാക്യത്തിൽ നമ്മുടെ ദൈവം സകല ദേവന്മാരെക്കാൾ ശ്രേഷ്ഠനാകിയാൽ അവനെ സ്തുതിക്കണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 6-7 വാക്യങ്ങളിൽ ആകാശം, ഭൂമി, ആഴം, മേഘം, നീരാവി, മിന്നൽ, കാറ്റ് തുടങ്ങിയ സമസ്ത മേഖലകളിലും ഈ ദൈവം പ്രവർത്തിക്കുന്നവനാണ്. പല ദൈവങ്ങളെയും പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സ്പെഷ്യലിസ്റ്റുകളായി അവരോധിക്കുന്നവരുണ്ട്. മഴയുടെ ദൈവം, കാറ്റിൻ്റെ ദൈവം, വനത്തിൻ്റെ ദൈവം എന്നൊക്കെ. പക്ഷേ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ സമസ്ത മേഖലകളിലും അധികാരമുള്ള സർവശക്തനായ ദൈവമാണ്. 14-ാമത്തെ വാക്യത്തിൽ അവൻ നമ്മോട് സഹതാപം കാണിക്കുന്നവനും ന്യായപാലനം ചെയ്യുന്നവനുമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകയാൽ ഈ ദൈവം സ്തുതിക്ക് യോഗ്യനാണ്. ഇസ്രായേലി ചരിത്രത്തിൽ ദൈവം ചെയ്ത 3 പ്രധാന കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് ആ ചരിത്രങ്ങളെ അയവിറക്കിക്കൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കണമെന്ന് ഇതിൽ പ്രബോധിപ്പിക്കുകയാണ്. ഒന്ന്, ദൈവം മിസ്രൈമിൽ ചെയ്ത അത്ഭുതങ്ങളാണ്. അതിൻ്റെ 9-8 വാക്യങ്ങൾ, മിസ്രൈമേ നിന്റെ മധ്യേ അവൻ ഫറവോന്റെ മേലും അവൻ്റെ സകല ഭൃത്യന്മാരുടെ മേലും അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചു. വാക്യം 8, അവൻ മിസ്രൈമിലെ കടിഞ്ഞൂലുകളെ മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ സംഹരിച്ചു. വാക്യം 9, മിസ്രൈമേ നിന്റെ മധ്യേ അവൻ ഫറവോന്റെ മേലും അവൻ്റെ സകല ഭൃത്യന്മാരുടെ മേലും അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചു. ദൈവത്തെ സ്തുതിക്കാൻ പറയപ്പെടുന്ന കാരണങ്ങൾ, മിസ്രൈമിലെ ഫറവോന്റെ മുതൽ കുണ്ടറയിൽ കിടക്കുന്ന തടവുകാരൻ്റെ വരെ ആദ്യജാതന്മാർ കൊല്ലപ്പെട്ടു. എന്താണ് കാരണം? ദൈവം അതിൻ്റെ കാരണം പ്രാരംഭത്തിൽ വ്യക്തമാക്കിയിരുന്നു. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 22-23 വാക്യം, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ പുത്രൻ എൻ്റെ ആദ്യജാതൻ തന്നെ, എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അവനെ വിട്ടയപ്പാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ പുത്രനെ, നിന്റെ ആദ്യജാതനെ തന്നെ കൊന്നുകളയും എന്ന് പറയുക. അങ്ങനെ തന്നെ സംഭവിച്ചു. ആ ചരിത്ര നിവർത്തി പുറപ്പാട് 12-29 നമ്മൾ വായിക്കുന്നുണ്ട്. അർദ്ധരാത്രിയിലോ സിംഹാസനത്തിലിരുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ കുണ്ടറയിൽ കിടന്ന തടവുകാരൻ്റെ ആദ്യജാതന്മാർ വരെയും മിസ്രൈം ദേശത്തിലെ ആദ്യജാതന്മാരൊക്കെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും സംഹരിച്ചു. മിസ്രൈമ്യരുടെ കടിഞ്ഞൂലുകൾ കൊല്ലപ്പെട്ടു, പക്ഷേ ഇസ്രായേല്യരുടെ ആദ്യജാതന്മാർ കൊല്ലപ്പെട്ടില്ല. എന്തുകൊണ്ട്? അവർക്ക് കുഞ്ഞാടിൻ്റെ രക്തം സങ്കേതമായിരുന്നു. പെസഹ കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തമെടുത്ത് കട്ടിളമേലും കുറുമ്പടിമേലും പുരട്ടിയ ഒരു വീട്ടിലും മരണദൂതൻ പ്രവേശിച്ചില്ല. നിങ്ങൾ ഈ വാതിലിന് പുറത്തേക്ക് ഇറങ്ങരുതെന്ന് ദൈവം ആജ്ഞാപിച്ചിരുന്നു. ആ രക്തക്കോട്ടയ്ക്കുള്ളിൽ മറഞ്ഞിരുന്നവർക്ക് മരണത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടുകയുണ്ടായി. 78-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം, അവൻ മിസ്രൈമിലെ എല്ലാ കടിഞ്ഞൂലുകളെയും ഹാം കൂടാരങ്ങളിലുള്ളവരുടെ വീര്യത്തിൻ്റെ പ്രഥമ ഫലത്തെയും സംഹരിച്ചു. മരുഭൂമിയിൽ ചെയ്ത അത്ഭുതങ്ങൾ, അവൻ വലിയ ജാതികളെ സംഹരിച്ചു, ബലമുള്ള രാജാക്കന്മാരെ നിഗ്രഹിച്ചു എന്നാണ്. ഫെലിസ്ത്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, കനാന്യർ തുടങ്ങിയ 7 ജാതികളെ ദൈവം നിഗ്രഹിക്കുകയുണ്ടായി. 2 രാജാക്കന്മാരുടെ പേര് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. 11-ാമത്തെ വാക്യം, അമോര്യരുടെ രാജാവായ സീഹോനെയും ബാശാൻ രാജാവായ ഓഗിനെയും തകർത്ത് കളഞ്ഞു. സീഹോൻ എന്ന രാജാവിനെ തകർത്ത ചരിത്രം ആവർത്തന പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. 4-45, 29-6, 31-4, ന്യായാധിപന്മാർ 11-19 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളിൽ. അതേപോലെ തന്നെ ബാശാൻ രാജാവായ ഓഗിനെ നശിപ്പിച്ച ചരിത്രം സംഖ്യ 21-33, 32-33, ആവർത്തനം 1-4, 3-1, 3, 4, 10 വാക്യങ്ങൾ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ്. ചരിത്ര പുസ്തകങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ അതെല്ലാം ഓർത്ത് അയവിറക്കി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ 2 രാജാക്കന്മാരുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവരെ കൂടാതെ ഏതാണ്ട് 31ഓളം രാജാക്കന്മാരെയും ഇസ്രായേൽ മക്കൾ നശിപ്പിച്ചതായി യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ രാജാക്കന്മാരുടെ പേര് വിവരം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യോശുവയുടെ പുസ്തകം 12-ാം അധ്യായം 9 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. യെരിഹോ രാജാവ് 1,
ബഥേലിനരികെയുള്ള ഹായി രാജാവ് 1, യെരുശലേം രാജാവ് 1, ഹെബ്രോൻ രാജാവ് 1, യർമൂത്ത് രാജാവ് 1, ലാഖീഷിലെ രാജാവ് 1, എഗ്ലോനിലെ രാജാവ് 1, ഗേസർ രാജാവ് 1, ദബീർ രാജാവ് 1, ഗേദർ രാജാവ് 1, ഹോർമ രാജാവ് 1, ആരാദ് രാജാവ് 1, ലിബ്ന രാജാവ് 1, അതുല്ലാൻ രാജാവ് 1, മക്കോദോര രാജാവ് 1, ബഥേൽ രാജാവ് 1, തപ്പൂഹ രാജാവ് 1, ഹേഫർ രാജാവ് 1, അഫേക്ക് രാജാവ് 1, ഷാരോൻ രാജാവ് 1, മാദാൻ രാജാവ് 1, ഹാസോർ രാജാവ് 1, ഷിമ്രോൻ മെരാർ രാജാവ് 1, അക്ഷാപ്പ് രാജാവ് 1, താനാക്ക് രാജാവ് 1, മെഗിദ്ദോ രാജാവ് 1, കാദേശ് രാജാവ് 1, കർമ്മേലിലെ യൊക്ന രാജാവ് 1, ദോർമെട്ടിലെ ദോർ രാജാവ് 1, ഗിൽഗാലിലെ ജാതികളുടെ രാജാവ് 1, തിർസ രാജാവ് 1. ആകെ 31 രാജാക്കന്മാർ. ചുരുക്കത്തിൽ 31 33 രാജാക്കന്മാരെ തകർത്ത് കളയുവാൻ ദൈവം അവരെ സഹായിച്ചു. മരുഭൂമിയിൽ നദികളിലും ദൈവം അത്ഭുതം ചെയ്യുകയുണ്ടായി. ചെങ്കടൽ പിളർന്ന് ജനത്തെ മരുഭൂമിയിലേക്ക് കടത്തിക്കൊണ്ടുവന്നു. മരുഭൂവാസം കഴിഞ്ഞപ്പോൾ യോർദാനെ പിളർന്ന് അവരെ കനാനിലേക്ക് കടത്തിക്കൊണ്ടുപോയി. കനാനിൽ ചെന്നപ്പോൾ അവിടെ ബലമുള്ള 7 ജാതികളുണ്ടായിരുന്നു. അവരെയും ദൈവം നീക്കി. എന്നിട്ട് പാലും തേനും ഒഴുകുന്ന ആ നാട് ദൈവം അവർക്ക് സ്വന്തമായി നൽകി. ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ മഹത്വമുള്ള പ്രവൃത്തികൾ വിവരിച്ചിട്ട് ആ ദൈവത്തെ സ്തുതിക്കുവാൻ സങ്കീർത്തനക്കാരൻ നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ വിഗ്രഹാരാധനയുടെ അബദ്ധമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 115 സങ്കീർത്തനത്തിൽ സവിസ്തരമായി കണ്ടതുകൊണ്ട് നാം വിവരിക്കുന്നില്ല. പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലനും പത്രോസ് അപ്പോസ്തലനും യാക്കോബ് അപ്പോസ്തലനും ഒക്കെ വിഗ്രഹാരാധനയുടെ അബദ്ധങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ, വിഗ്രഹത്തെ വിട്ട് അകന്നുകൊള്ളുവിൻ, വിഗ്രഹാരാധന വിട്ട് ഓടുവിൻ. വിഗ്രഹങ്ങൾക്ക് ദൈവാലയത്തോട് എന്ത് യോഗ്യത? ബിംബാരാധികളെയും ഫോഷ്കു പറയുന്നവരെയും ദൈവം തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും. ഇസ്രായേൽ ജനം 3000 വർഷത്തോളം ദൈവത്തെ ആരാധിച്ചത് മുമ്പിൽ വെക്കാൻ ഒരു ദൈവമില്ലാതെയാണ്. മുമ്പിലിരിക്കാൻ ദൈവത്തെ അവർ എപ്പോഴൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോഴെല്ലാം ദൈവം അവരെ കഠിനമായി സൃഷ്ടിച്ചിട്ടുണ്ട്. സകലത്തെയും സൃഷ്ടിച്ച സർവാധികാരിയായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, സർവശക്തനായ, ആദ്യന്തനായ, മാറ്റമില്ലാത്ത, നിസ്തുലനായ ആ വലിയ ദൈവം ഒരു ചെറിയ പ്രതിമയിൽ കുടികൊള്ളുന്നവനല്ല. ആ ചെറിയ പ്രതിമയെ ദൈവമായി കാണുന്ന മനുഷ്യൻ മനസ്സിലാക്കണം, ആ ദൈവത്തിൻ്റെ ദൈവം മനുഷ്യനാണ്. കാരണം മനുഷ്യനാണ് അതിനെ ഉണ്ടാക്കിയത്. ആ വിഗ്രഹങ്ങൾക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, കാതുണ്ടെങ്കിലും കേൾക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല. അവയെ ഉണ്ടാക്കുന്നവരും അവയെപ്പോലെയാകുന്നു. ബുദ്ധിശൂന്യത പ്രവർത്തിക്കാതെ ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ഈ വചനചിന്ത നിങ്ങൾക്ക് പ്രചോദനമായി മാറട്ടെ. ദൈവം പ്രകൃതിയെയും നിയന്ത്രിക്കുന്നവനാണ്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ മഴ, മിന്നൽ, കാറ്റ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. നീരാവി ദൈവത്തിൻ്റെ കരത്തിലാണ്. ഭൂമിയുടെ അറ്റത്തിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു. മഴയ്ക്ക് മിന്നലുണ്ടാക്കി തൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു. ഇരമ്യാവ് 10:13, 51:16. മഞ്ഞും മഴയും ദൈവത്തിൻ്റെ കരത്തിലാണ്, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇയ്യോബിന്റെ പുസ്തകം 38:22, 25, 27 വാക്യം. ഹിമത്തിൻ്റെ ഭണ്ഡാരത്തോളം നീ ചെന്നിട്ടുണ്ടോ? കൺമഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? മരുഭൂമിയിലും മഴ പെയ്യിക്കേണ്ടതിനും ജലപ്രവാഹത്തിന് ചാലും ഇടിമഞ്ഞലിന് പാതയും വെട്ടിക്കൊടുത്തത് ആര്? ദൈവത്തിൻ്റെ സർവാധികാരം. അതുപോലെ തന്നെ കാറ്റിനെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ ദൈവമാണ്. ഇയ്യോബ് 28:25, 26 വാക്യം. അവൻ കാറ്റിനെ തൂക്കി നോക്കുകയും വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്യുന്നു. അവൻ മഴയ്ക്കൊരു നിയമവും ഇടിമിന്നലിനൊരു വഴിയും ഉണ്ടാക്കി. സമസ്ത മേഖലകളിലും അധികാരമുള്ളവനാണ് നമ്മുടെ ദൈവം. ആ ദൈവം സ്തുതിക്ക് തികച്ചും യോഗ്യനാണ്. സ്തോത്രം. 2, ദൈവത്തിൻ്റെ നിക്ഷേപമായ മനുഷ്യർ എന്നുള്ളതാണ്. വാക്യം 4. യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തൻ്റെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു. യാക്കോബിനെ തനിക്കായിട്ട്, ഇസ്രായേലിനെ തൻ്റെ നിക്ഷേപമായിട്ട്. ഇത് 2 പേരുടെ കാര്യമല്ല, ഒരാളുടെ കാര്യമാണ്. യാക്കോബ് എന്ന മനുഷ്യന് യാബോക്ക് നദിയുടെ തീരത്ത് വെച്ച് ദൈവം കൊടുത്ത പുത്തൻ പേര്. ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. യാക്കോബ് എന്ന പേര് ഉപായത്തിൻ്റെയും പരാജയത്തിൻ്റെയും പേരായിരുന്നുവെങ്കിൽ ഇസ്രായേൽ എന്ന പദം അവനെ ദൈവം പ്രഭുവാക്കി ഉയർത്തി എന്ന വിജയത്തിൻ്റെയും അനുമോദനത്തിൻ്റെയും നാമകരണമാണ്. യാക്കോബ് എന്ന് പറയുന്നത് തന്നെയാണ് ഇസ്രായേൽ.
യാക്കോബിനെ ദൈവം ആ രണ്ടു പേരിലും വിളിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ് ഉൽപ്പത്തി 46-ന്റെ 1-2 വാക്യങ്ങൾ. അനന്തരം ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ടു ബേർഷേബയിലെത്തി. തൻ്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവത്തിന് യാഗം കഴിച്ചു. ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. ഇസ്രായേൽ പുറപ്പെട്ടു, ദൈവം അവനെ യാക്കോബേ എന്ന് വിളിച്ചു. അപ്പോൾ ഇതൊരു വ്യക്തിയുടെ പേരാണ്. എന്നാൽ ഈ യാക്കോബിൻ്റെ സന്തതി പരമ്പരകളെയും ഇസ്രായേൽ എന്ന പേരിൽ വിളിക്കപ്പെടുന്നുണ്ട്. യാക്കോബിനെ തനിക്കായിട്ട് ഇസ്രായേലിനെ തൻ്റെ നിക്ഷേപമായി തിരഞ്ഞെടുത്തു. ഇത് ദൈവത്തിൻ്റെ അനാദി നിർണയത്തിൽ മുൻനിർണയത്തിൽ പെട്ട കാര്യം കൂടിയാണ്. മുൻനിർണയം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഒരു ഫാമിലി സീക്രട്ടാണ്. ഒരു പിതാവ് തൻ്റെ ഭാവിപരമായ പദ്ധതികൾ കാലേക്കൂട്ടി വിഭാവനം ചെയ്യും. മക്കൾക്ക് അപ്പോൾ അത് അറിയണമെന്നില്ല, പറഞ്ഞു കൊടുക്കണമെന്നില്ല. എന്നാൽ പിന്നത്തേതിൽ പിതാവ് ഇന്നതായിരുന്നു ചെയ്തത് എന്ന് മക്കൾ തിരിച്ചറിയുന്നത് പോലെ നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ചില അനാദിയായുള്ള പ്രവൃത്തികൾ, മുൻനിർണയപ്രകാരമുള്ള പ്രവൃത്തികൾ പിന്നത്തേതിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ദൈവം എനിക്ക് വേണ്ടി ഇന്നതൊക്കെ ചെയ്തത് ഇതിനു വേണ്ടിയായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും. ചില വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അഥവാ റെബേക്കയോട് അരുളി ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. റോമാലേഖനം 9:11-15 വരെ, ഉൽപ്പത്തി 25:33, മലാക്കി 1:2-3 വാക്യം. നമുക്ക് ഒരു സംരക്ഷകനുണ്ട്, നമുക്കിന്നൊരു നായകനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരിക്കൽ മോശയോട് ഒരു പ്രത്യേക ദൂത് കൈമാറി നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് അവനെ ചുമതലപ്പെടുത്തി. ആ ദൂത് എന്താണെന്നുള്ളത് വചനത്തിലൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പുറപ്പാട് 19:3-6 വരെയുള്ള വാക്യം. നീ യാക്കോബ് ഗൃഹത്തോട് പറയുകയും ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യത്വവും വിശുദ്ധ വംശവും ആകും. ആവർത്തന പുസ്തകം 7-6 വാക്യങ്ങളിലൂടെ ശ്രദ്ധിക്കുക. നീ യഹോവയ്ക്കൊരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്, യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ വീണ്ടെടുത്തത്. ലേവ്യ 20:26 നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതെ, ഇന്ന് നമുക്ക് ഒരു നാഥനുണ്ട്, നായകനുണ്ട്. ആ നാഥൻ പറയുകയാണ്, നിങ്ങളെ തൊടുന്നവർ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു. നമുക്കറിയാം, നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുക എന്നുള്ളത് വളരെ അസാധ്യമായൊരു കാര്യമാണ്. കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടാൻ ആരെങ്കിലും വന്നാൽ ഈ 2 കൺപോളകളാകുന്ന ആ അടപ്പുകൾ കണ്ണിനെ അടച്ചു പരിപാലിക്കുന്നു. സ്തോത്രം. ആവർത്തന പുസ്തകം 32:10 ദൈവം കൺമണി പോലെ നമ്മെ കാത്തതായി നാം വായിക്കുകയാണ്. നാം ദൈവത്തിൻ്റെ നിക്ഷേപമാണ്. മലാക്കി 3:17 ദൈവം പറയുന്നു, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിക്ഷേപമെന്ന് പറയുമ്പോൾ വിലയേറിയവരാണ്, പ്രധാനപ്പെട്ടവരാണ്. നമ്മെ വിലയേറിയവരാക്കി തീർക്കാൻ വേണ്ടി ദൈവത്തിന് ഒരു വിലയേറിയ മുതൽ മുടക്ക് കൊടുക്കേണ്ടി വന്നു. ഞാൻ അതൊരല്പം വിവരിക്കട്ടെ. 49-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അതൊരു നാളും സാധിക്കുകയില്ല. പഴയ നിയമകാലത്ത് മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി പൊന്നു കൊടുത്തിരുന്നതായി സംഖ്യാപുസ്തകം 31:50 നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെ വെള്ളി കൊടുത്തിരുന്നതായി പുറപ്പാട് 30:15 നമ്മൾ വായിക്കുന്നു. ധനവാൻ അരശേക്കലിൽ കൂടുതൽ കൊടുക്കരുത്, ദരിദ്രൻ അരശേക്കലിൽ കുറച്ച് കൊടുക്കരുത്. കാരണം
ധനവാനായാലും ദരിദ്രനായാലും എല്ലാവരുടെയും ആത്മാക്കളുടെ വില ദൈവസന്നിധിയിൽ തുല്യമാണ്. പഴയനിയമത്തിൽ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടുമാണ് വീണ്ടെടുപ്പ് നടത്തിപ്പോന്നിരുന്നത്. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, 1 പത്രോസ് 1:18-19 വാക്യങ്ങളിൽ പത്രോസ് പറയുകയാണ്, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെന്തുകൊണ്ടാണ്? ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. വിലയേറിയതായി മനുഷ്യർ കണക്കാക്കി പോന്ന പൊന്നിനും വെള്ളിക്കും മനുഷ്യനെ വീണ്ടെടുക്കാൻ സാധിച്ചില്ല. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ വന്നവനായ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ വിലയേറിയ രക്തം ചിന്തി. കർത്താവിന് സ്തോത്രം. നമ്മുടെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയതായിരുന്നത് കൊണ്ടാണ് യേശുവിന് തൻ്റെ വിലയേറിയ രക്തം നമുക്ക് വേണ്ടി പ്രാശ്ചിത്തമായി മറുവിലയായി കൊടുക്കേണ്ടി വന്നത്. ഇന്ന് ദൈവം നമ്മെ വിലയേറിയവരും മാന്യരുമായി കണക്കാക്കിയിരിക്കുന്നു. യാക്കോബിനോടുള്ള ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ സ്നേഹം തീർന്നു പോകാത്തതാണ്. യെശയ്യാപ്രവചനത്തിലെ ചില വാക്യങ്ങളിലൂടെ ഞാൻ വായിക്കാം. 44:21 യാക്കോബേ, ഇത് ഓർത്തുകൊള്ളുക, ഇസ്രായേലേ, നീ എൻ്റെ ദാസനല്ലോ, ഞാൻ നിന്നെ നിർമ്മിച്ചു, നീ എൻ്റെ ദാസൻ തന്നെ, ഇസ്രായേലേ, ഞാൻ നിന്നെ മറക്കുകയില്ല. 43:1 ഇപ്പോഴേ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. 41 അധ്യായം 8, 10, 14, 15 വാക്യങ്ങൾ, നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തെരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, പുഴുവായ യാക്കോബേ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. അപ്പോൾ നാം ദൈവത്തിൻ്റെ നിക്ഷേപമാണ്. ദൈവത്തിൻ്റെ നിക്ഷേപമായ നാം ആത്മീകമായി സമ്പാദിക്കേണ്ടുന്ന ചില നിക്ഷേപങ്ങളെക്കുറിച്ചുകൂടെ പറയുന്നുണ്ട്. നമുക്കുണ്ടാകേണ്ട നിക്ഷേപങ്ങൾ, 1, ദൈവഭക്തിയാൽ നാം നിറയപ്പെടണം. യെശയ്യാവ് 33:6 നിന്റെ കാലത്ത് സ്ഥിരതയും രക്ഷാസമൃദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടാകും, യഹോവ ഭക്തി അവരുടെ നിക്ഷേപമായിരിക്കും. സദൃശ്യവാക്യം 15:16 ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോഭക്തിയോടുകൂടെ ആൽപ്പതനമുള്ളത് നന്ന്. 2 കൊരിന്ത്യർ 4:7 പരിശുദ്ധാത്മാവെന്ന നിക്ഷേപം നമുക്കുണ്ട് എന്നുള്ളതാണ്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രത്തിലാകുന്നു ഉള്ളത്. സ്തോത്രം. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വചനം നമുക്കൊരു നിക്ഷേപമായി മാറണം. മത്തായി 13:52 അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന വീട്ടുടയവനോട് സദൃശമാണ്. സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപമുണ്ടാകേണ്ടതുണ്ട്. മത്തായി 6:20 പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീൻ. നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന ആ ചെറുപ്പക്കാരനെ കർത്താവ് നോക്കി അവനെ സ്നേഹിച്ചു. എന്നിട്ട് അവനോട് പറയുകയാണ്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. മർക്കോസ് 10:21. ശിഷ്യന്മാരോടും കർത്താവ് ഇത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പീൻ, കള്ളൻ അടുക്കുകയോ പുഴുക്കെടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും ഉണ്ടാക്കിക്കൊള്ളുവീൻ. നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. 1 തിമോഥെയോസ് 6:19 വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. സ്തോത്രം. കർത്താവിന് വേണ്ടിയുള്ള നമ്മുടെ അർപ്പണങ്ങളെയും നിക്ഷേപങ്ങളാക്കി ദൈവം കണക്കാക്കുകയാണ്. സ്തോത്രം. യേശുവിനെ കാണുവാൻ വേണ്ടി വന്ന വിദ്വാൻമാർ നിക്ഷേപപാത്രങ്ങളെ തുറന്ന് പൊന്ന്, മൂര്, കുന്തിരിക്കം മുതലായവ കർത്താവിന് അർപ്പിക്കുകയാണ്. 3 തൻ്റെ ജനത്തോട് അവൻ സഹതാപം കാണിക്കുന്നവനാണ് എന്നുള്ളതാണ്. വാക്യം 14 യഹോവ തൻ്റെ ജനത്തിന് ന്യായപാലനം ചെയ്യും, അവൻ തൻ്റെ ദാസന്മാരോട് സഹതപിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് തൻ്റെ ദാസന്മാരോട് സഹതാപം തോന്നും. എന്നാൽ ദുശാഠ്യമുള്ളവരോട് ദൈവം സഹതാപം കാണിക്കുകയില്ല എന്ന് ഹോശയ 13:14 യെഹെസ്കേൽ 24:14 നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. യോബിൻ്റെ വേദനയുടെ വേളയിൽ അവനെ ആശ്വസിപ്പിക്കാനായി ചില സുഹൃത്തുക്കൾ വിദൂരങ്ങളിൽ നിന്ന് വന്നു. പക്ഷേ അവർ കുത്തി നോവിപ്പിക്കുന്ന, വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായിരുന്നു. എങ്കിലും ദൈവം യോബിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയും തനിക്കുള്ളതൊക്കെ ഇരട്ടിയായി തിരിച്ചു നൽകുകയും ചെയ്തപ്പോൾ ഈ വ്യസനിപ്പിച്ചവർ അവനോട് സഹതാപം കാണിച്ചു എന്നാണ്
യോബിൻ്റെ പുസ്തകം 42:11 നമ്മൾ വായിക്കുന്നത്, നാമും സമസൃഷ്ടങ്ങളോട് സഹതാപം കാണിക്കണം. എബ്രായർ 10:34, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചു. 1 പത്രോസ് 3:8, തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യപത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവർ ആയിരിപ്പീൻ. ദൈവത്തിന് തൻ്റെ ജനത്തോട് സഹതാപം തോന്നിയതായി തന്നെ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തോട് ദൈവം സഹതാപിച്ച ഒരു ചരിത്രം ന്യായാധിപന്മാർ 10:16 ഇസ്രായേൽ മക്കൾ യഹോവയോട്, ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു, അവർ തങ്ങളുടെ ഇടയിൽ നിന്ന് അന്യ ദൈവങ്ങളെ നീക്കിക്കളഞ്ഞു, യഹോവയെ സേവിച്ചു. ഇസ്രായേലിൻ്റെ അരിഷ്ടതയിൽ അവന് സഹതാപം തോന്നി. യിരെമ്യാവിൻ്റെ കാലത്ത് അവരുടെ പിതാക്കന്മാരുടെ ദൈവത്തിന് തൻ്റെ ജനത്തോടും തൻ്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് അവൻ ജാഗ്രതയോടെ തൻ്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. 2 ദിനവൃത്താന്തം 36:15. അപ്പോൾ ഇവരോടെല്ലാം ദൈവത്തിന് സഹതാപം തോന്നുന്നു. യേശു ക്രിസ്തുവിനും നമ്മളോട് സഹതാപമുണ്ട്. കർത്താവ് ഒരിക്കൽ മരുഭൂമിയിൽ വെച്ച് ആഹാരം പോഷിപ്പിച്ച് നൽകുമ്പോൾ കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു, അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായികൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു, അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല, അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു. മത്തായി 15:32. നമ്മുടെ ബലഹീനതകളിൽ സഹതാപവും കാണിപ്പാൻ കരുണയുള്ള ഒരു മഹാപുരോഹിതനാണ് കർത്താവായ യേശു ക്രിസ്തു എന്നാണ് എബ്രായർ 2:18, 4:15, 16 വാക്യങ്ങളിൽ നാം കാണുന്നത്. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ, പക്ഷേ നമ്മുടെ ബലഹീനതകളിൽ നമ്മോട് സഹതാപം കാണിക്കുന്നവനാണ്. 135 സങ്കീർത്തനമാണല്ലോ ഇന്ന് നാം ധ്യാനിച്ചത്. പ്രധാനപ്പെട്ട 3 ചിന്തകൾ നമുക്കിതിലൂടെ ലഭിക്കുകയുണ്ടായി. 1, സ്തുതിക്ക് യോഗ്യനായ സർവാധിപതിയാണ് നമ്മുടെ ദൈവം എന്നുള്ളതാണ്. എല്ലാവരും അവനെ സ്തുതിക്കണം. ദൈവത്തെ സ്തുതിക്കേണ്ടതിൻ്റെ കാരണങ്ങൾ, സ്തുതിപ്പീൻ എന്ന 9 പ്രബോധനങ്ങൾ ഒക്കെ നാം ഇവിടെ കാണുകയുണ്ടായി. ഇസ്രായേലി ചരിത്രത്തിൽ മിസ്രൈമിൽ വെച്ചും മരുഭൂമിയിൽ വെച്ചും കനാൻ നാട്ടിൽ വെച്ചും ദൈവം ചെയ്ത മഹാത്ഭുതങ്ങൾ ഇതിൽ അടുക്കടുക്കായി വിവരിക്കുന്നുണ്ട്. വിഗ്രഹാരാധനയുടെ അബദ്ധവും സർവശക്തനായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതകളും നാം ഇതിൽ ദർശിക്കുകയുണ്ടായി. 2, ദൈവത്തിൻ്റെ നിക്ഷേപമായ മനുഷ്യൻ എന്നുള്ളതാണ്. നമ്മെ ദൈവത്തിൻ്റെ വിലയേറിയ സമ്പത്താക്കി തീർത്തെടുക്കാൻ ക്രിസ്തു തൻ്റെ വിലയേറിയ രക്തം നമുക്ക് വേണ്ടി നൽകി. പൊന്നിനോ വെള്ളിക്കോ നടത്തിയെടുക്കാൻ കഴിയാത്ത വീണ്ടെടുപ്പ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമാകുന്നു. 3, ദാസന്മാരോട് സഹതാപം കാണിക്കുന്ന ന്യായാധിപൻ എന്നുള്ളതാണ്. ചിലരോട് ദൈവത്തിന് സഹതാപം തോന്നുന്നില്ല, കാരണം അവരുടെ ദുശാഠ്യമാണ്. എന്നാൽ മറ്റുള്ളവരോട് നാം സഹതാപം കാണിച്ചാൽ ദൈവം നമ്മളോട് സഹതാപം കാണിക്കുമെന്ന് എബ്രായർ 10:34, 1 പത്രോസ് 3:8 നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളോട് ദൈവത്തിന് ആ സഹതാപം തോന്നിയ 2 സന്ദർഭങ്ങൾ നാം കാണുകയുണ്ടായി. യേശുവിന് തന്റെ ജനത്തോട് സഹതാപം തോന്നുന്ന ഒരു ചരിത്രം മത്തായി 15:32 നിന്ന് നാം കാണുകയുണ്ടായി. ഈ ജനം 3 നാളായി എന്നോടുകൂടെ ഇരിക്കുന്നു, അവർക്ക് ഭക്ഷിപ്പാനില്ലായാൽ എനിക്ക് അവരെ കുറിച്ച് മനസ്സലിവ് തോന്നുന്നു. അതുകൊണ്ട് തന്നെ കർത്താവ് അവർക്ക് സമൃദ്ധമായ ആഹാരം നൽകി പോഷിപ്പിച്ചാണ് മടക്കി അയച്ചത്. ഒരു വാക്ക്, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കരുണയുള്ള ഒരു മഹാപുരോഹിതൻ. പല മഹാപുരോഹിതന്മാർക്കും കരുണയില്ല. ഹന്ന എന്ന പഴയ നിയമത്തിലെ സ്ത്രീ ആലയത്തിലിരുന്ന് മനോദുഃഖത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഏലി പുരോഹിതൻ അവളെ തെറ്റിദ്ധരിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കരുണയുള്ള ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ നമുക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുത്തു ചെല്ലാം. ദാവീദും ആസാഫും സോളമനും ഹേമാനും ഏഥാനും മോശയും, ദാവീദും ആസാഫും സോളമനും ഹേമാനും ഏഥാനും മോശയും കോരഹിൻ പുത്രന്മാരും പാടിപ്പുകഴ്ത്തിയ കീർത്തനങ്ങൾ, കോരഹിൻ പുത്രന്മാരും പാടിപ്പുകഴ്ത്തിയ കീർത്തനങ്ങൾ. സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ.
സ്തുതിച്ചിടാം നാം പൂർണ്ണ ഹൃദയത്തോടാരാധിക്കാം. ഒന്നിച്ചിണക്കി സ്തുതിച്ചിടാം നാം പൂർണ്ണ ഹൃദയത്തോടാരാധിക്കാം. സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ. മനുഷ്യാശ്രയം വ്യർത്ഥം, ദൈവാശ്രയം ശ്രേഷ്ഠം. ഇതാണല്ലോ മധ്യവാക്യം. മനുഷ്യാശ്രയം വ്യർത്ഥം, ദൈവാശ്രയം ശ്രേഷ്ഠം. ഇതാണല്ലോ മധ്യവാക്യം. വേദത്തിൻ സാരാംശവും എക്കാല ഭക്തരും പാടിടുന്ന വേദത്തിൻ സാരാംശവും എക്കാല ഭക്തരും പാടിടുന്ന സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ. സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ. ആലപിക്കാം നമുക്കാരാധിക്കാം, ആത്മാവിൽ ചൈതന്യം ആസ്വദിക്കാം. ആലപിക്കാം നമുക്കാരാധിക്കാം, ആത്മാവിൽ ചൈതന്യം ആസ്വദിക്കാം. സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ.